തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത ജീവനൊടുക്കിയ സംഘപരിവാർ നേതാവ് ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തൃക്കണ്ണാപുരത്തെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം തൃക്കണ്ണാപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം തന്നെ അവിടെ പൊതുദർശനവും ആരംഭിക്കും. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആനന്ദിൻ്റെ മൃതദേഹം ആനന്ദിൻ്റെ വസതിയിലേക്ക് എത്തിച്ചത്. തൃക്കണ്ണാപുരത്തെ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ഇവിടെ അല്പസമയം പൊതുദർശനം വെച്ചതിന് ശേഷം പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പുത്തൻകോട്ട ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. തീർച്ചയായും ഇവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതുവരെ. അതേസമയം അല്പസമയം മുൻപ് ബി.ജെ.പി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് ബി.ജെ.പിയോ അതോ ആർ.എസ്.എസോ ആയ നേതാക്കൾ ആരും തന്നെ വരാൻ പാടില്ല, തൻ്റെ മൃതദേഹം കാണിക്കാൻ പാടില്ല എന്ന അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം ആത്മഹത്യാ സന്ദേശത്തിൽ ആനന്ദ് അഭ്യർത്ഥിച്ചിരുന്നു. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കെയാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ മറ്റ് ആളുകളൊക്കെയും തന്നെ, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളൊക്കെയും തന്നെ രാവിലെ മുതൽ ഇവിടുത്തെ തൃക്കണ്ണാപുരം LDF സ്ഥാനാർത്ഥിയായ അജിൻ, അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥിയായ ശബരിനാഥ് തുടങ്ങിയ ആളുകളൊക്കെയും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ശേഷം മന്ത്രി V ശിവൻകുട്ടിയും ഇവിടെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ, അതായത് കുടുംബം വല്ലാതെ ദുഃഖത്തിലാഴുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അല്പസമയം, അതായത് കുറച്ച് സമയം മാത്രമാണ് വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം പുത്തൻകോട്ടയിൽ ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ബി.ജെ.പിയുടെ അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വത്തിൻ്റെ, ബി.ജെ.പി നേതാക്കളുടെ പ്രവർത്തികൾ കാരണം ബി.ജെ.പി നേതൃത്വത്തിനകത്തുള്ള ആളുകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെ അവരെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്. ജനറൽ സെക്രട്ടറി S. സുരേഷ് ആണെങ്കിലും ജില്ലാ അധ്യക്ഷനായ കരമന ജയനാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ കരമന ജയൻ പറഞ്ഞത് ഈ മരിച്ച ആനന്ദ് RSS നേതാവോ അല്ലെങ്കിൽ ബി.ജെ.പി നേതാവോ അല്ല, തനിക്ക് ആനന്ദിനെ അറിയില്ല. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത കഴിഞ്ഞ ദിവസമാണ് സംഘപരിവാർ നേതാവ് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം തൃക്കണ്ണാപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം മാത്രമേ അവിടെ പൊതുദർശനം ഉണ്ടാകൂ. അതിനുശേഷം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് അത്രയേറെ അവഗണന നേരിട്ടതുകൊണ്ട് തന്നെയാണ് അവസാന മാർഗമെന്ന നിലയിൽ ആനന്ദ് ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മാനസ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മാനസ, നേരത്തെ മാനസ സൂചിപ്പിച്ചു ബി.ജെ.പി പ്രവർത്തകരൊന്നും തന്നെ അധികമാരും അവിടെ ഇല്ല എന്ന്. അത് തന്നെയായിരുന്നു ആനന്ദിന്റെ ആവശ്യവും. തൻ്റെ ഭൗതിക ശരീരം കാണിക്കാൻ RSSോ ബി.ജെ.പിയോ ആരും തന്നെ ആ പരിസരത്ത് ഉണ്ടാവരുതെന്ന്. കാരണം അത്രയേറെ വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് അത്രയേറെ അവഗണന അദ്ദേഹം നേരിട്ടിട്ടുണ്ടാവണം. അത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ആ പാർട്ടിയെ പരാമർശിക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആര്യ, നിലവിലിവിടെ അല്പസമയം, അതായത് അല്പസമയത്തിന് മുൻപാണ് മൃതദേഹം എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം കൊണ്ടുവന്നത്. കുറച്ച് സമയം വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വസതിയായ തൃക്കണ്ണാപുരത്തെ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളത്, അതായത് സംസ്കാര ചടങ്ങുകളൊക്കെയും തന്നെ നടത്തുക എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ, അതോടൊപ്പം തന്നെ ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിരുന്നത്. ഇയാൾ RSS നേതാവോ അല്ലെങ്കിൽ ബി.ജെ.പി കാരനോ അല്ല എന്ന് തന്നെയായിരുന്നു.
കരമന ജയനാണെങ്കിലും എസ് സുരേഷ് ആണെങ്കിലും പ്രതികരിച്ചിരുന്നത്. തീർച്ചയായും ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് ആനന്ദ് എത്തിയത് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ആത്മഹത്യാ സന്ദേശക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ തൃക്കണ്ണാപുരത്തെ വാർഡിൽ തന്നെ മത്സരാർത്ഥിയാക്കും എന്ന് പറഞ്ഞ സീറ്റ് വാഗ്ദാനം ചെയ്ത് പറഞ്ഞു പറ്റിക്കുന്ന ഒരു രീതിയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രാദേശിക നേതാക്കളോട് താനിക്കാര്യം സൂചിപ്പിച്ചതാണ്, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചതാണ്. അവരും പറഞ്ഞതാണ് സീറ്റ് ഇവിടെ തൃക്കണ്ണാപുരത്തെ വാർഡിൽ മത്സരിപ്പിക്കും, ആനന്ദിനെ മത്സരിപ്പിക്കും എന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ മത്സര രംഗത്ത് അല്ലെങ്കിൽ വാർഡിൽ മറ്റൊരു ആളുടെ പേര്, അതായത് വിനോദ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് തന്നെ പാർട്ടി ഒഴിവാക്കി അല്ലെങ്കിൽ അവഗണിച്ചു, തൻ്റെ ആവശ്യം പരിഗണിച്ചില്ല എന്നത് മനസ്സിലാക്കിയത് തുടർന്ന് മനോവിഷമത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ആനന്ദ് നീങ്ങിയത്. അതിനിടെ വിമത സ്ഥാനാർത്ഥിയായി BJPയുടെ തന്നെ വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രചരണ രംഗത്തിറങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, പോസ്റ്റർ ഉൾപ്പെടെ അടിച്ച് പ്രചരണ രംഗത്തിലേക്ക് ഇറങ്ങും എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത അറിയുന്നത്. ആ ഒരു ഘട്ടത്തിൽ, അതായത് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയൊക്കെയും തന്നെ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ സന്ദേശത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കൂടെ ചേരുന്ന ആളുകളെയൊക്കെയും തന്നെ പാർട്ടി വിലക്കുന്നു. അടുത്ത സുഹൃത്തുക്കളായ ആളുകളൊക്കെയും തന്നെ തന്നിൽ നിന്നും അകന്നു പോകുന്നു. ഇതിൽ മാനസിക സമ്മർദ്ദം താൻ നേരിട്ടു. പിന്നാലെ ശിവസേനയിൽ ചേർന്ന് മത്സരരംഗത്തിലേക്ക് ഇറങ്ങും എന്ന് പൂർണ്ണമായും മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനവും അദ്ദേഹം കൈക്കൊണ്ടു. പിന്നാലെയാണ് പിറ്റേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിക്ക് ശേഷം വീട്ടിൻ്റെ ഷെഡിൽ, അതായത് പുറകുവശത്തെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ ആനന്ദിനെ കണ്ടെത്തിയത്. തീർച്ചയായും പാർട്ടിയിൽ നിന്നും നേരിട്ട അവഗണനയാണ് തന്നെ ഇത്തരത്തിൽ ജീവൻ ഒടുക്കുന്ന കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്നത് സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആത്മഹത്യാ സന്ദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൽ സൂചിപ്പിച്ചത് തൻ്റെ ഭൗതിക ശരീരം BJPയോ RSSകാരനോ അങ്ങനെയുള്ള നേതാക്കൾ ആരും തന്നെ വന്ന് കാണാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ കാണാൻ അനുവദിക്കരുത് എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെയാണ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് RSSകാരനായി ജീവിച്ചു, അല്ലെങ്കിൽ ഒരു BJPക്കാരൻ പ്രവർത്തകനായി ജീവിച്ചു എന്നുള്ളതാണ്. അതിൽ തനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ സന്ദേശത്തിൽ പറയുന്നു. തീർച്ചയായും ഇതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ളത്, ഇത്തരത്തിലൊരു പ്രവൃത്തി അല്ലെങ്കിൽ അവഗണന പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നേരിടുമ്പോൾ അത് തുറന്നു പറയുമ്പോൾ അതിന് ഒരു പരിഗണന നൽകാതെ, ആ ഒരു ആവശ്യം അംഗീകരിക്കാതെ മറ്റുള്ളവർക്ക്, അതായത് അഴിമതിക്കാരായ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ വായ്പാ തട്ടിപ്പ് നടത്തിയ ആളുകളുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട്, കാപ്പ കേസ് പ്രതിക്ക് വരെ ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. എന്നാൽ 16 വയസ്സു മുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സജീവ പ്രവർത്തകനായിരുന്ന RSS പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തെ, ആനന്ദിനെ പരിഗണിച്ചില്ല എന്ന ഒരു മനോവിഷമം അദ്ദേഹത്തെ പിന്തുടർന്നു. അതിൽ ഉണ്ടായ വേദനയിലാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും താൻ വേണ്ടാത്തവരായി എന്നതടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അതായത് ആത്മഹത്യാ സന്ദേശത്തിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ് കഴിഞ്ഞ ദിവസം. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വഴി താൻ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭൗതിക ശരീരം കാണാൻ ഒരു RSS BJPക്കാരനും അനുവദിക്കരുത് എന്ന അഭ്യർത്ഥനയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു വേളയിലാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായ കരമന ജയൻ ഇപ്പോൾ തൃക്കണ്ണാപുരത്തെ പൊതു ദർശനത്തിന് വെച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനായി എത്തിയിരിക്കുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായാണ് കരമന ജയൻ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ, അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് തന്നെ നമ്മൾ ചോദിക്കുകയുണ്ടായിരുന്നു, ഇത്തരത്തിൽ ആനന്ദിനെ സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയിരുന്നു, അല്ലെങ്കിൽ ആനന്ദ് എന്ന പ്രവർത്തകനെ അറിയാമായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു BJP പ്രവർത്തകനല്ല എന്നതായിരുന്നു കരമന ജയൻ പറഞ്ഞത്. ഇപ്പോൾ കരമന ജയൻ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളും നമ്മുടെ
ചാനലിലൂടെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം കരമന ജയൻ ഇവിടെ എത്തിയത്. അന്തിമോപചാരം അർപ്പിക്കാനായാണ് എത്തിയത്. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങാനുള്ള ഒരു നീക്കത്തിലേക്കാണ്. ഏതായാലും നിലവിൽ ഇവിടെ പ്രാദേശിക നേതാക്കൾ, അതായത് ആനന്ദിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ വളരെ അടുപ്പക്കാരുമായ നേതാക്കൾ പ്രവർത്തകർ മാത്രമാണ് ഇവിടെയുള്ളത്. അല്ലാതെ മറ്റ് സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ടതോ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അല്പസമയം മുൻപാണ് കരമന ജയൻ ഇവിടെ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം മടങ്ങുന്ന ഒരു ദൃശ്യവുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഒരു ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിലാണ് 2 മാസം പിന്നിടുമ്പോൾ ഈ ആത്മഹത്യകൾ തുടർക്കഥയാകുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് BJPയുടെ വായ്പാ തട്ടിപ്പൊക്കെയും തന്നെ അഴിമതിയൊക്കെയും തന്നെ തുടർക്കഥയാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ നേതൃത്വത്തിനകത്തുള്ള ആളുകൾ തന്നെ ആത്മഹത്യ ചെയ്യുന്ന രീതിയും തുടർക്കഥയാകുന്നു എന്നുള്ളതാണ്. തിരുമല അനിലിൻ്റെ ആത്മഹത്യ ഇവിടെ ഉദാഹരണമാണ്. BJP നേതാക്കൾ തന്നെ കാരണം ഒരു BJP കൗൺസിലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അവസ്ഥ, അതിന് പിന്നാലെ നേതൃത്വം പറ്റിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. രാവിലെയോടുകൂടി നെടുമങ്ങാട് മറ്റൊരു നേതാവ്, അതായത് മഹിളാ മോർച്ചയുടെ നേതാവ് പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ നൽകുന്നില്ല അല്ലെങ്കിൽ നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നതറിഞ്ഞ് ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരു യുവതി, ശാലിനി എന്ന യുവതി ഉണ്ടായിരുന്നു. ഇതൊക്കെയും ഒരു തുടർക്കഥയായി BJPയെ അലട്ടുന്നു അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിന് പിന്നാലെ ശാലിനിക്ക് നേതൃത്വം സീറ്റ് ഉറപ്പ് നൽകി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം വാർത്തകൾ